Good morning to one and all. Today I'm going to take the seminar on the topic class Arachnida, its examples spider, palamnia, ticks and mites. So let's get started. Class Arachnida. ക്ലാസ് അരക്നിഡനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിലിസെറീറ്റ എന്ന് പറയുന്ന സബ് ഫൈലത്തിൻ്റെ ഒരു ക്ലാസ്സാണ് ക്ലാസ് അരക്നിഡ. അരക്നിഡ എന്ന് പറയുന്നത് ലാർജ് ഹെട്രോജീനിയസ് ഗ്രൂപ്പ് ഓഫ് കിലിസെറീറ്റ്സ് ആണ്. അത് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ടെറസ്ട്രിയൽ ഫോംസും പിന്നെ ഫ്യൂലി എക്വാട്ടിക് ഫോംസും കൂടിയുണ്ട്. അതിൻ്റെ ഫെമിലിയർ എക്സാമ്പിൾസ് സ്പൈഡർ, സ്കോർപ്പിയോൺ, ടിക്സ് ആൻഡ് മൈറ്റ്സ് ആണ്. ഈ ഗ്രൂപ്പ് വെരി ഏൻഷ്യൻ്റ് ആണ്. അതിന് ഫോസിൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഡേറ്റ് ബാക്ക് ടു ദ കാർബോണിഫറസ് പീരിയഡ്. ഈച്ച് അരക്നിഡേറ്റ്സ് വേർ ഓൾ എക്വാട്ടിക് ഫോംസ് ആയിരുന്നു. പിന്നെ അവർ ലാൻഡിൽ ഇൻവേഷൻ ചെയ്തതിന് ശേഷം മോസ്റ്റ്ലി അത് ടെറസ്ട്രിയലായിട്ട് മാറി. അരക്നിഡ എന്ന് പറയുമ്പം ഒന്ന് ഹൈലി സക്സസ്ഫുൾ ഗ്രൂപ്പ് ഓഫ് ടെറസ്ട്രിയൽ ആർത്രോപോഡ്സ് ഉണ്ട്, മറ്റേത് യൂണിറാമിയ വിച്ച് ഇൻക്ലൂഡ് സെൻറ്റിപീഡ്സ്, മില്ലിപീഡ്സ് ആൻഡ് ഇൻസെക്ട്സ്. ഈ രണ്ട് ഗ്രൂപ്പും ഇൻഡിപെൻഡൻ്റ്ലി ലാൻഡിനെ ഇൻവേഡ് ചെയ്ത് എന്നിട്ട് അവർ രണ്ടാളും ഡ്രൈ ടെറസ്ട്രിയൽ കണ്ടീഷൻ അഡാപ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് റിസൾട്ട്സ് ഇൻ ദ ടു ലീനേജ് ഓഫ് സിമിലർ അഡാപ്റ്റഡ് ആനിമൽസ് വിച്ച് ലീഡ് ഫ്രം എ കോമൺ ആൻസിസ്റ്റർ. സം ഓഫ് ദി സിമിലാരിറ്റീസ് ഉണ്ടാവാൻ കാരണം ഒന്ന് കോമൺ ആൻസിസ്റ്ററി വഴിയും മറ്റൊന്ന് പാരലൽ അഡാപ്റ്റേഷൻ വഴിയാണ്. നെക്സ്റ്റ് ഈസ് അതിൻ്റെ എക്സാമ്പിൾ സ്പൈഡർ. സ്പൈഡേഴ്സ് എന്ന് പറയുമ്പം പോയിസണസ് ആണ്, പ്രെഡീഷ്യസ് ആണ്, ഫ്ലൂയിഡ് ഫീഡിങ് ടെറസ്ട്രിയൽ കാർണിവോറസ് ആണ്. അത് ഈ വേൾഡിലെ എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ പറ്റും. മെയിലും ഫീമെയിലും സെക്ഷുവൽ ഡൈമോഫിസം എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. മെയിൽ ഫീമെയിലിനെക്കാട്ടി സ്മോളറാണ്. സ്പൈഡറിൻ്റെ ബോഡീനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് രണ്ട് ഡിവിഷൻ ഉണ്ട്, ഒന്ന് പ്രോസോമ മറ്റൊന്ന് ഒപ്പിസ്റ്റോസോമ. രണ്ടും കണക്ട് ചെയ്യാൻ ഒരു നാരോ പെഡിസിലുണ്ട്. പ്രോസോമനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഡോർസലി കവർ ചെയ്തിട്ടുണ്ടാവും ബൈ കരാപ്പേസ്. വെൻട്രലി അതിന് രണ്ട് കൈറ്റനസ് പ്ലേറ്റ് ഉണ്ടാവും, ഒന്ന് ലാബിയം മറ്റൊന്ന് സ്റ്റേർണം. ഡോർസലി പ്രോസോമ 8 അല്ലെങ്കിൽ അതിൽ കൂടുതൽ സിമ്പിൾ ഐസ് ബിയർ ചെയ്യും. വെൻട്രലി അത് മൗത്തും 6 പെയർസ് ഓഫ് അപ്പൻഡേജസും ഉണ്ടാവും. അപ്പൻഡേജസ് എന്ന് പറയുമ്പം അത് കിലിസെറയുണ്ട്, പെഡിപാൽപ്പയുണ്ട്, പിന്നെ 4 പെയർസ് ഓഫ് വാക്കിംഗ് ലെഗ്സ് ഉണ്ട്. കിലിസെറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പോയിസണസ് ഗ്ലാൻഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. പെഡിപാൽപ്സ് ആണെങ്കിൽ അത് ഈ മെയിൽസിൽ സ്പേംസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓർഗനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വാക്കിംഗ് ലെഗ്സ് ആണെങ്കിൽ അത് 7 സെഗ്മെൻറ്റഡ് ആണ്. ഇറ്റ് ഇസ് ഫ്രം കോക്സ, ട്രോക്കൻഡർ, ഫീമർ, പെറ്റല്ല, ടിബിയ, മെറ്റാടാർസസ്, ടാർസസ്. ഒപ്പിസ്റ്റോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒപ്പിസ്റ്റോമ സോഫ്റ്റ് ആണ്, ഓവോയിഡ് ആണ്, എപ്പാഡസ് ആണ്. പിന്നെ വെൻട്രൽ സൈഡ് ഇസ് ട്രാൻസ്ഫേഴ്സ് എപ്പിഗാസ്ട്രിക് ഗ്രൂവ് ഉണ്ട്. പിന്നെ ഗോണോപോർ അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഫീമെയിൽസിൽ ഗോണോപോറിനെ കവർ ചെയ്തിട്ട് എപ്പിഗൈന ഉണ്ടാവും. പിന്നെ പെയർ ഓഫ് ട്രക്കിയൽ സ്പൈറക്കിൾസ് ഓരോ ഗോണോപോറിൻ്റെ സൈഡിലും പ്രസൻ്റ് ആയിരിക്കും. പോസ്റ്റീരിയർ എൻഡിൽ സ്പിന്നിങ് ഓർഗൻസ് പ്രസൻ്റ് ആണ്. സിൽക്ക് ഗ്ലാൻഡ്സ് ഓപ്പൺസ് ഔട്ട് ദി സർഫസ്. സ്പിന്നിങ് ഓർഗൻസ് സിൽക്ക് ത്രെഡ്സ് മേക്ക് ചെയ്യുന്നുണ്ട്. ഈ സിൽക്ക് ത്രെഡ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെബ് സ്പിൻ ചെയ്യാനും പിന്നെ കുക്കൂൺസ് ഉണ്ടാക്കാൻ, ക്യാപ്റ്റീവ്സ് ബൈൻഡ് ചെയ്യാൻ, മോൾട്ടിങ് ചേമ്പേഴ്സ് ഉണ്ടാക്കാനൊക്കെ ഈ സ്പിന്നിങ് ത്രെഡ് യൂസ് ചെയ്യും. പിന്നെ മെനി ഫാമിലീസ് വെബ്സ് സ്പിൻ ചെയ്യണമെന്നില്ല. പിന്നെ മോസ്റ്റ് സ്പീഷീസ് ഓഫ് ദി സ്പൈഡേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ നെക്ടേണൽ ആണ്. ലാർജ് നമ്പേഴ്സ് ഓഫ് വാൻഡറേഴ്സ് ഉണ്ടാക്കും. ഡെയിലി അവർ ഷെൽട്ടർ യൂസ് ചെയ്യും, എന്നിട്ട് നൈറ്റിലാണ് അവർ റോം ചെയ്യാൻ. സ്മോൾ വൂൾ സ്പൈഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഇവരുടെ പ്രേനെ ഓവർടേക്ക് ചെയ്യും. ഷിയർ സ്പീഡ് വെച്ചിട്ട് അത്രയും സ്പീഡിൽ അവർ ഓവർടേക്ക് ചെയ്തിട്ട് ആ പ്രേനെ അവർ ചേസ് ചെയ്യും. ജമ്പിങ് സ്പൈഡേഴ്സിനെ കുറിച്ചാണെങ്കിൽ ആ ജമ്പിങ് സ്പൈഡേഴ്സാണ് ലാർജസ്റ്റ് ഐയും കീനസ്റ്റ് വിഷനും ഉള്ള വൺ ഓഫ് ദി സ്പൈഡറാണ് ജമ്പിങ് സ്പൈഡർ. അത് അവരുടെ അമേസിങ് കീനസ്റ്റ് വിഷനായിട്ടുള്ള അമേസിങ് എക്യുറസി വെച്ചിട്ട് പ്രേനെ ചേസ് ചെയ്യും. ക്രാബ് സ്പൈഡേഴ്സ് ആണെങ്കിൽ അവർ ഫ്ലവർ പെറ്റൽസ് ഫോളൻ ഫ്ലവേഴ്സിലെല്ലാം ലൂക്ക് ചെയ്ത് വെക്കും, എന്നിട്ട് അവരുടെ പ്രേനെ വെയിറ്റ് ചെയ്യും. സം സ്പൈഡേഴ്സ് പ്രൊട്ടക്റ്റീവ് കളറേഷൻ ഉണ്ടാവും, മിമിക്രിയും എക്സിബിറ്റ് ചെയ്യും. പിന്നെ സ്പൈഡേഴ്സ് മോസ്റ്റ്ലി ഇൻസെക്റ്റാണ് ഫീഡ് ചെയ്യാൻ. എക്സെപ്ഷണൽ സ്പീഷീസ് ഉണ്ട്, അവർ ഈ സ്മോൾ വെർട്ടിബ്രേറ്റ്സ് ആയിട്ടുള്ള ഫിഷസ്, ലിസാർഡ്സ്, ഹമ്മിങ് ബേർഡ്സ് അതിനൊക്കെ നോട്ട് ടു പ്രേ ഹാബിച്വേറ്റ്ലി ഓർ ഒക്കേഷണലി അവർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്പൈഡേഴ്സ് വെൽ നോൺ ഫോർ ദെയർ അൺയൂഷ്വൽ പവേഴ്സ് ഉണ്ട് അവർക്ക്. പിന്നെ റെസ്പിറേറ്ററി ഓർഗൻസ് ബുക്ക് ലെങ്സും ട്രക്കിയുമാണ്. എക്സ്ക്രീറ്ററി ഓർഗൻസ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഉണ്ട്, കോക്സൽ ഗ്ലാൻഡ്സ് ഉണ്ട്. പിന്നെ ഓൾ സ്പൈഡേഴ്സിന് വിനോം ഗ്ലാൻഡ്സ് പ്രസൻ്റ് ആണ്. പിന്നെ സ്പൈഡേഴ്സിന് ഹൈ പവർ ഓഫ് റീജനറേറ്റീവ് പവർ ഉണ്ട് അവർക്ക്. അവരുടെ ലോസ്റ്റ് ലെഗ്സിനെ അവർ റീജനറേറ്റ് ചെയ്ത് ലോസ്റ്റ് പാർട്സിനെ ഒന്നുകൂടിയും ജനറേറ്റ് ചെയ്യും. പിന്നെ സംടൈംസ് ഫീമെയിൽസ് എന്താക്കും, ഈ മീറ്റിങ്ങിന് ശേഷം മെയിലിലെ ബോഡി ജ്യൂസിനെ സക്ക് ചെയ്യും. സം സ്പീഷീസ് ഓഫ് ദി ഫീമെയിൽ അവരുടെ കുക്കൂൺസിനെ അബാൻഡൻ ചെയ്യും, വൈൽ സം ഓഫ് ദി സ്പീഷീസ് അവരുടെ ബാക്കിൽ കൊണ്ട് നടക്കും. വേറെ ചില സ്പീഷീസ് എന്താക്കും, അവർ ആ കുക്കൂൺസിനെ ഗാർഡ് ചെയ്യും. പിന്നെ അടുത്തത് വരുന്ന രണ്ടാമത്തെ എക്സാമ്പിളാണ് സ്കോർപ്പിയോൺ അല്ലെങ്കിൽ പലാംനിയാസ്.
സ്കോർപ്പിയോൺ എന്ന് പറയുന്നത് ഹൈലി പോയിസണസ് ആണ്, ഓവോ വിവിപാരസ് ആണ്, ആർത്രോപോഡ്സ് ആണ്. അത് ട്രോപ്പിക്കലും സബ് ട്രോപ്പിക്കൽ കൺട്രീസിലൊക്കെ പ്രസൻ്റ് ആണ്. അവർ പ്രെഡീഷ്യസ് കാർണിവോറസ് ആണ്. മെയിനായിട്ട് ഇൻസെക്ട്സ്, സ്പൈഡേഴ്സൊക്കെയാണ് അവർ പ്രേ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അവർ ജനറലി സെക്രിറ്റീവ് ആണ്. അവർ ക്രാക്സിൽ, പിന്നെ ബൊറോസിൽ, അണ്ടർലോക്സിലൊക്കെ ഡേയിൽ അവർ ഹൈഡ് ചെയ്യും. പിന്നെ മോർ ദാൻ 4000 സ്പീഷീസ് പ്രസൻ്റ് ആണ്. കോമണസ്റ്റ് വണ്ണ് ഇന്ത്യയിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് പെലാംനിയസ് ആണ്, പിന്നെ ബൂത്തസ് ആണ്. പെലാംനിയസ് ലാർജ് സ്കോർപ്പിയോൺസ് ആണ്, ബൂത്തസ് സ്മോൾ സ്കോർപ്പിയോൺസ് ആണ്. ഇനി സ്കോർപ്പിയോൺസിൻ്റെ ബോഡീനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 ഡിവിഷനാണുള്ളത്: പ്രോസോമ, മെസോസോമ, മെറ്റാസോമ. പിന്നെ ഈച്ച് റീജിയനും 6 സെഗ്മെൻറ്റഡ് ആണ്. പ്രോസോമനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രോസോമ ഡോർസലി കാർപ്പീസും വെൻട്രലി സ്റ്റേണവും വെച്ച് കവർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ കാർപ്പീസിൽ സീൻ ചെയ്യുന്ന ലാറ്ററൽ ഐസ് ഉണ്ടാവും. പിന്നെ പെയർസ് ഓഫ് മീഡിയൻ ഐസും കാർപ്പീസിലുണ്ടാവും. വെൻട്രലി പ്രോസോമ മൗത്തും 6 പെയർസ് ഓഫ് അപ്പൻഡേജസും ബിയർ ചെയ്യും. കീലിസെരയാണ് ആ സ്മോളും കീലൈറ്റും ആണ്. പിന്നെ പെഡിപാൽപ്സ് ലാർജാണ്, കീലൈറ്റാണ്, പിന്നെ പിൻസർ ലൈക്കാണ്. അവർ മെയിനായിട്ട് ഈ ക്യാച്ച് ചെയ്യാനും പിന്നെ ഫൈറ്റ് ചെയ്യുമ്പം പ്രേന ക്യാച്ച് ചെയ്യാനും ഫൈറ്റിങ്ങിനും യൂസ് ചെയ്യുന്നതാണ് പെഡിപാൽപ്സ്. പിന്നെ മീസോസോമും മെറ്റാസോംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് രണ്ടും പീഡസ് ആണ്. മീസോസോംസ് ടെർഗൈറ്റ്സും സ്റ്റേണൈറ്റ്സും വെച്ച് കവർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇത് രണ്ടും പ്ലൂറൽ മെംബ്രെയിൻസുമായി കണക്റ്റഡ് ആയിരിക്കും. ഗോണോപോർ വെൻട്രലി ലൊക്കേറ്റഡ് ആയിരിക്കും. പെയർസ് ഓഫ് ജെനിറ്റൽ ഓപ്പർക്കുല വെച്ച് കവർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ സ്റ്റേണൈറ്റ് ഓഫ് ദി സെക്കൻഡ് മീസോസോമൽ സെഗ്മെൻറ്റ്സ് പെയർ ഓഫ് കോംപ്ലക്സ് സെൻസറി സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള പെക്ടിൻസിനെ ബിയർ ചെയ്യും. പിന്നെ ഈച്ച് ഓഫ് 3 സ്റ്റേണ എന്താക്കും ബിയേഴ്സ് പെയർസ് ഓഫ് റെസ്പിറേറ്ററി ഓപ്പണിങ്സ് ആയിട്ടുള്ള സ്പെയറക്കിൾസ് ബിയർ ചെയ്യും. ഫസ്റ്റ് മെറ്റാസോമൽ സെഗ്മെൻറ്റ്സ് മീസോസോമൽ സെഗ്മെൻറ്റുമായിട്ട് ഫെമിലിയർ ആയിരിക്കും. പക്ഷേ റിമൈനിങ് വണ്ണ് ഒരു ടെയിൽ ആയിട്ടുള്ളൊരു ടെയിൽ സ്ട്രക്ചർ ഫോം ചെയ്യുകയും ചെയ്യാൻ. പിന്നെ ഇവരുടെ ടെർഗേറ്റ്സും സ്റ്റേണേഴ്സും ഫ്യൂസ് ചെയ്തിട്ട് ഒരു റിങ്സ് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ വെസിക്കിളിൽ 2 പോയ്സണസ് ഗ്ലാൻഡും പ്രസൻ്റ് ആയിരിക്കും. പിന്നെ സ്കോർപ്പിയോൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ പ്രെഡേറ്ററി കാർണിവോറസ് ആണ്. അവർ പെഡിപാൽപ്സ് വെച്ച് പ്രേനെ സീസ് ചെയ്യും, എന്നിട്ട് വെനം ഇൻസെക്റ്റ് ചെയ്യും, എന്നിട്ട് അതിനെ പീസസ് ആയിട്ട് ടിയർ ചെയ്യും അവരുടെ കീലിസെറ വെച്ചിട്ട്. ജസ്റ്റ് എ സ്പൈഡറിനെ പോലെ തന്നെ ദേ ഓൾസോ സ്ലോ ഈറ്റേഴ്സ് ആണ്. ദേ റെസ്പിറേറ്ററി ഓർഗൻസ് ബുക്ക് ലെങ്സ് ആണ്. പിന്നെ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് മാൽപീജിയൻ ട്യൂബ്യൂൾസും പെയർ ഓഫ് കോക്സൽ ഗ്ലാൻഡ്സും ആണ്. പിന്നെ ഐസ് സിമ്പിളാണ്, അവിടെ വിഷന് ഫീബിളാണ്. പിന്നെ സ്കോർപ്പിയോൺസ് സോളിറ്ററി ആണ്, ഓവോവിവിപാരസ് ആണ്. പിന്നെ മെയിലും ഫീമെയിലും ഫൗണ്ട് ടുഗദർ ഓൺലി ഡ്യൂറിങ് കോട്ടിംഗ് ആണ്. പിന്നെ ന്യൂബോൺ യങ്സ് വൺസ് ആർ ക്യാരിഡ് ഓൺ മദേഴ്സ് ബാക്ക് ആണ്, നിയർലി എ വീക്ക്. അവർ പീരിയോഡിക് മോൾട്ടിങ്ങിലൂടെയാണ് ഗ്രോ ചെയ്യാൻ. പിന്നെ അടുത്തത് ടിക്സ് ആൻഡ് മൈറ്റ്സ്. അടുത്ത എക്സാമ്പിൾ ടിക്സ് ആൻഡ് മൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ലാർജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് അരിക്നിഡയാണ്. അവർ വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, വേൾഡ് വൈഡ്ലി അത് പ്രസൻ്റ് ആണ്. പിന്നെ മൈറ്റ്സ് വെരി മൈന്യൂട്ടാണ്. മൈറ്റ്സ് ആർ ലാർജർ ആണ് ഇൻ റിലേഷൻ ടു ഈച്ച് അതർ. പിന്നെ ഈ സ്റ്റഡി ഓഫ് ടിക്സ് ആൻഡ് മൈറ്റ്സിനെ എക്കോളജി എന്നാണ് പറയുന്നത്. അതിൻ്റെ ഹാബിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടിക്സ് എക്സ്ക്ലൂസീവ്ലി എക്ടോപാരസൈറ്റ് ആണ് ഓൺ ടെറസ്ട്രിയൽ വെർട്ടിബ്രേറ്റ്സ്. പിന്നെ അവർ മെനി ഡിസീസൊക്കെ അവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ക്യാസനോ ഫോറസ് ഡിസീസ് അതൊരു ഫാറ്റൽ വൈറൽ ഡിസീസാണ്. അത് ഹീമോഫൈസാലിസ് സ്പൈനിജെറ എന്ന് പറയുന്ന അതാണ് കോസ് ചെയ്യുന്നത്. പിന്നെ ബൂഫൈലസ് ഓസ്ട്രിയസും ആൻഡ് ബി അന്നുലേറ്റേഴ്സും ആർ ഇന്ത്യൻ കാറ്റിൽ ടിക്സ് ആണ്. പിന്നെ മൈറ്റ്സ് മോസ്റ്റ്ലി ഫ്രീ ലിവിങ് ആണ്. പക്ഷേ സം ആർ എക്ടോപാരസൈറ്റ്സ് ആണ്. പക്ഷേ സ്റ്റിൽ അതേഴ്സ് അഗ്രികൾച്ചറൽ പെസ്റ്റും കൂടിയാണ്. പിന്നെ ഫ്രീ ലിവിങ് മൈറ്റ്സ് ഹെർബിവോറസ്, കാർണിവോറസ്, സ്കാവെഞ്ചേഴ്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദം ഫ്ലൂയിഡ് ഫീഡേഴ്സ് ആണ്, സം ഓഫ് ദം സോളിഡ് ഫീഡേഴ്സ് ആണ്. ഹെർബിവോറസ് മൈറ്റ്സ് മൈന്യൂട്ടായിട്ടുള്ള ഫഞ്ചൈ, ആൽഗെ, മോസസ്, ഡീക്കേയിങ് വെജിറ്റബിൾ മാറ്റേഴ്സ് അതിനൊക്കെയാണ് ഫീഡ് ചെയ്യാൻ. കാർണിവോറസ് മൈറ്റ്സ് മോസ്റ്റ്ലി പ്രെഡേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ടെറസ്ട്രിയൽ കാർണിവോറസ് പ്രേ ഓൺ നെമറ്റോഡ്സ്, അതർ മൈറ്റ്സ്, എഗ്, ലാർവ ആൻഡ് അഡൽട്ട് ഓഫ് സ്മോൾ ആർത്രോപോഡ്സ് എക്സെട്ര. സ്കാവെഞ്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡ്രൈഡ് ഫ്രൂട്ട്, ഗ്രെയിൻ ഫ്ലോസ്, ഹേ, ചീസ് അതൊക്കെയാണ് അവർ ഫീഡ് ചെയ്യാൻ. എക്ടോപാരസിറ്റിക് മൈറ്റ്സ് മോർ ന്യൂമറസ് ആണ് എൻഡോപാരസിറ്റിനേക്കാളും. ഡെറ്റ്മാനസസ്, ഡൊമോഡെക്സ് ഒക്കെയാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. പിന്നെ സാർക്കോപ്റ്റസ് സ്കാബിയെ ആണ് ഒരു ഹ്യൂമൺ, അതിനെ ഇച്ച്മൈറ്റ് എന്ന് പറയുകയാണ്. ഹ്യൂമൺ ഇച്ച്മൈറ്റ് ആണ്. അത് മാനിലും ഹോസ് എക്സെട്ര അങ്ങനത്തെ പല ആനിമൽസിലും സ്കാബീസ് കോസ് ചെയ്യുന്നത്. എൻഡോപാരസിറ്റിക് മൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് എയർ പാസേജ് ഓഫ് വെർട്ടിബ്രേറ്റ്സും ട്രക്കിയൽ ട്യൂബ്സ് ഓഫ് ആർത്രോപോഡ്സിലുമാണ് പ്രസൻ്റ് ആയിട്ടുണ്ടാവാൻ. പിന്നെ പെഡിസലോയിഡ്സ്, വെബ്ട്രിക്കോയെ,
അതൊരു എക്സാമ്പിളാണ് എൻഡോപാരസിറ്റിക് മൈറ്റ്സിൻ്റെ. ഇൻസെക്ട് ലാർവേൻ്റെ പാരസിറ്റാണ് അത്. ഇനി ഇവരുടെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൈറ്റ്സിൻ്റെയും ടിക്സിൻ്റെയും ജനറൽ ബോഡി സ്ട്രക്ചർ സാറ്റ് ലൈക്ക് ആണ്. അത് അൺസെഗ്മെൻറ്റഡ് ആണ്. പിന്നെ വിത്തൗട്ട് ഡിഫറൻസിയേഷൻ ഇൻ ടു സെഫലോതൊറാക്സ് ആൻഡ് അബ്ഡോമിനായിട്ട് ഡിഫറൻഷിയേറ്റഡ് അല്ല. പിന്നെ അവരുടെ ബോഡി 2 ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നാത്തോസോമ, മറ്റൊന്ന് ഇഡിയോസോമ. ഇത് രണ്ടും സിംഗിൾ കെറാപ്പീസ് വഴി കവേർഡ് ആയിരിക്കും. നാത്തോസോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് വെരി സ്മോൾ ആണ്. അത് ഇക്വാലൻ്റ് ആയിരിക്കില്ല എൻറ്റയർ ഹെഡ്. ഇറ്റ് ഈസ് നോട്ട് ഇക്വാലൻ്റ് ടു ദ എൻറ്റയർ ഹെഡ്. ഇഡിയോസോമിനെ കുറിച്ചാണെങ്കിൽ അത് ലാർജ് പോസ്റ്റീരിയർ പാർട്ടാണ്. അത് മേജർ പാർട്ട് ഓഫ് ദി സെഫലോതൊറാക്സും എൻറ്റയർ അബ്ഡോമിനുമാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നാത്തോസോമ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫീഡിങ്ങിനാണ്. അത് ബ്രെയിൻ, ഐസ് ഒക്കെ ഡിവോയ്ഡ് ആണ്. പക്ഷേ മൗത്തും ലാബ്രം, മൗത്ത് പാർട്സൊക്കെ പ്രസൻ്റ് ആണ്. അതുകൊണ്ട് അത് മെയിനായിട്ട് ഫീഡിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. ഹൈപ്പോസോമ് മൗത്ത് ബിയർ ചെയ്യുന്നുണ്ട്. നാത്തോസോമ ഹൈലി വേരിയബിൾ ആണ് സ്ട്രക്ചറിൽ. നാത്തോസോമക്ക് 2 പാർട്സ് ഉണ്ട്, കിലിസെറയും ഇൻഫ്രാ ക്യാപിറ്റലും ഉണ്ടാവും. ഇഡിയോസോമ 4 to 6 pairs of legsഉം പിന്നെ ആനൽ ആൻഡ് ജെനിറ്റൽ ഓപ്പണിങ്സും ബിയർ ചെയ്യും. അതിന് ഇൻറ്റേർണൽ ഓർഗൻസും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. റെസ്പിറേറ്ററി ഓർഗൻസ് ആ ട്രക്കിയാണ് മോസ്റ്റ് ഫോംസിന്. പിന്നെ ട്രക്കിയ ഓപ്പൺസ് ഇൻ ടു സ്റ്റിഗ്മാറ്റ. ഐസ് മോസ്റ്റ് ഫോംസിനും ആബ്സെൻ്റ് ആണ്. പിന്നെ മെയിലിന് 2 ടെസ്റ്റിസ് ഉണ്ടാവും, 2 വാസ് എഫറൻഷ്യ ഉണ്ടാവും. ഫീമെയിൽസിന് സിംഗിൾ ഓവറിയാണ് ഉണ്ടാവാൻ. ഹാച്ചിങ് സ്റ്റേജ് 6 legged യങ് വൺസ് ആണ്. അതിനെ ഹെക്സാപോഡ് ലാർവേ എന്നാണ് വിളിക്കുന്നത്. ലേറ്റർ അത് എക്ടോപോഡ് നിംഫായിട്ട് മാറും. ദർ മേ ബി 1 or more നിംഫൽ സ്റ്റേജസ് ഉണ്ടാവും. അഡൽട്ട് സ്റ്റേജിലേക്ക് മാറുന്നതിന് മുമ്പ് 1 അതിൽ കൂടുതലോ നിംഫൽ സ്റ്റേജസ് ഉണ്ടാവും. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.